السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ പഠിക്കുന്നത് അൽ-അർബഊൻ അൽ-ഖൈരിയ്യ എന്ന് പറയുന്ന കിതാബിലെ ഖൈറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകളാണ്. അതിൽ മൂന്നാമത്തെ ഹദീസാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. عن عبد الله بن عباس رضي الله عنهما عن النبي صلى الله عليه وسلم قال: خياركم ألينكم مناكب في الصلاة. رواه أبو داود وصححه الألباني رحمه الله. ഇമാം അബൂ ദാവൂദ് റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന സഹീഹായ ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാഹ് സഹീഹാണെന്ന് ഹുക്മ് പറഞ്ഞിട്ടുള്ള ഹദീസാണ് ഓതിക്കേൾപ്പിച്ചത്. ഹദീസ് ഉദ്ധരിച്ച സഹാബി അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, നമുക്കൊക്കെ അറിയുന്ന സുപരിചിതനായ സഹാബിയാണ്. അതിന്റെ പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ്. അതായത് റസൂലുള്ളാഹി തങ്ങളുടെ മൂത്താപ്പയുടെ മകൻ. റസൂലുള്ളാഹി തങ്ങൾക്ക് 11 മൂത്താപ്പമാരുണ്ടായിരുന്നു. മൂത്താപ്പ എന്ന് പറഞ്ഞാൽ ഉപ്പാരൻ സഹോദരൻ. 11 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ 4 ആൾക്കാര് ഇസ്ലാമിന് ശേഷം ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. റസൂലുള്ളാഹിക്ക് നബുവത്ത് കിട്ടിയതിന് ശേഷവും ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു 4 ആൾക്കാർ. ആരൊക്കെ അറിയും? 4 ആൾക്കാർ റസൂലുള്ളാഹി തങ്ങൾക്ക് നബുവത്തിന് ശേഷവും ജീവിച്ച 4 ആൾക്കാർ. ബാക്കിയുള്ളവരൊക്കെ റസൂലുള്ളാഹിക്ക് നബുവത്ത് കിട്ടുന്നതിന് മുമ്പേ മരണപ്പെട്ടു പോയവരാണ്. റസൂലുള്ളാഹിക്ക് നബുവത്ത് കിട്ടിയതിന് ശേഷം ജീവിച്ച 4 ആൾക്കാർ, 2 ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചു. ബാക്കി 2 ആൾക്കാർ കാഫിറായിട്ട് തന്നെ മരണപ്പെട്ടു. ഒന്ന് അറിയാം, ആരറിയും? അബൂ താലിബ്. ഒന്ന് അബൂ താലിബ്, 2 അബൂ ലഹബ്. ഈ 2 ആൾക്കാർ കാഫിറായിട്ട് മരണപ്പെട്ടു. ഇസ്ലാം സ്വീകരിച്ച 2 ആൾക്കാർ ഹംസ, അതേപോലെ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ഇതിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ്. ആ സഹാബിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് ശിഅബ അബി ത്വാലിബിലാണ്. ഹിജ്റക്ക് 3 വർഷം മുമ്പ്. ശിഅബ അബി ത്വാലിബ് നമുക്കൊക്കെ അറിയുന്ന സ്ഥലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന്റെ പ്രബോധനമായി രംഗത്ത് വന്നപ്പോൾ ഖുറൈശികൾ റസൂലുള്ളാഹി തങ്ങളെയും ഹാഷിം കുടുംബത്തിനെയും ഉപരോധിച്ചു, നാട്ടിൽ നിന്ന് പുറത്താക്കി. വിവാഹബന്ധം പാടില്ല, കച്ചവട ബന്ധം പാടില്ല, അവരുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും പാടില്ല. അങ്ങനെ ഹാഷിം കുടുംബം, അബ്ദുൽ മുത്തലിബായിരുന്നു അന്ന് നേതാവായി ഉണ്ടായിരുന്നത്. അബ്ദുൽ മുത്തലിബിന്റെ കൂടെ അബൂ താലിബിന്റെ കൂടെ അവര് 2 മലകൾക്കിടയിലുള്ള ഒരു വാദി, താഴ്വരയിൽ താമസം തുടങ്ങി, മലക്കപ്പുറത്ത്. ആ സ്ഥലത്താണ് പിന്നീട് ശിഅബ് അബി ത്വാലിബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്നും മക്കത്ത് പോയാൽ നമുക്ക് ആ സ്ഥലം കാണാൻ പറ്റും. ആ സമയത്താണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് ജനിക്കുന്നത്, ഹിജ്റക്ക് 3 വർഷം മുമ്പ്. അങ്ങനെ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ അറിയപ്പെട്ട സഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ തന്നെ കൂടിയ സഹാബി. റസൂൽ ചില യാത്രകളിലൊക്കെ ചില സഹാബാക്കളെ കൂടെ കൂട്ടും, ചെറിയ സഹാബാക്കളെ. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന് 12 വയസ്സായിരുന്നു പ്രായം. 12 വയസ്സ്. ആലോചിച്ച് നോക്കണം, റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പോൾ 12 വയസ്സ് പ്രായം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 17. 17ാമത്തെ വയസ്സിൽ മദീനയിൽ ഫത്വ നൽകുമായിരുന്നു അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതേപോലെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ രാജ്യസഭയിൽ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മശൂറ ചെയ്യാനും ദീനിന്റെ ഫത്വ നൽകാനും പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ 17 വയസ്സ് പ്രായമുള്ള അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് ആയിരുന്നു. അദ്ദേഹത്തിന് അഗാധമായ പാണ്ഡിത്യമുള്ള ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ, അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ. അല്ലാഹുവേ, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് നീ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണേ. അങ്ങനെ തർജുമാനുൽ ഖുർആൻ, ഹിബ്റുൽ ഉമ്മ എന്നൊക്കെ പേരാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം മുഫസ്സിറാണ്, സഹാബാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട മുഫസ്സിറാണ്. ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ മുഫസ്സിറുകളും അധികവും ഉദ്ധരിക്കുന്നത് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസിന്റെ തഫ്സീറാണ്.
ഇമാം മുജാഹിദിനെ പോലെ, ഇമാം ഇക്രിമയെ പോലെ, ഇതൊക്കെ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസിന്റെ പ്രഗത്ഭന്മാരായ ശിഷ്യന്മാരാണ്. ഈ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഹിജ്റ 68 അദ്ദേഹം മരണപ്പെടുന്നത്. ഹിജ്റ 68 ഏകദേശം 1660 ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. 1660 ഹദീസ്. അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ ത്വായിഫിൽ വെച്ചാണ് മരണപ്പെടുന്നത്. അദ്ദേഹം മക്കത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവസാന സമയത്ത് ത്വായിഫിലേക്ക് താമസം മാറി ത്വായിഫിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ഹിജ്റ 68, 71-ാമത്തെ വയസ്സ്. അദ്ദേഹം ത്വായിഫിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് കൂട്ടുകാരൊക്കെ ചോദിച്ചു, നിങ്ങളെന്ത് മക്ക വിട്ട് ത്വായിഫിലേക്ക് പോയത്? മക്ക പുണ്യമുള്ള നാടല്ലേ, അല്ലേ? അത് വിട്ടിട്ട് എന്തിനാ ത്വായിഫിലേക്ക് പോയത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മക്കയിൽ വെച്ചൊരു നന്മ ചെയ്താൽ 1,00,000 പ്രതിഫലാണ്, അല്ലെ? മക്കത്തെ പള്ളിയിൽ നിന്ന് ഉറക്കാതെ നിസ്കരിച്ച 1,00,000 കൂലിയാണ്. ആരെങ്കിലും നഷ്ടപ്പെടുത്തോ? അറിയുന്ന ആൾ ഇല്ല. പക്ഷെ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് പറയാൻ, ആ ഒരു നന്മ ചെയ്താൽ 1,00,000 കൂലിയാണ്, പക്ഷെ ഒരു തിന്മ ചെയ്താൽ 1,00,000 കുറ്റവും കിട്ടും. അതേപോലെ നന്മ പോലെ തന്നെ തിന്മയും കിട്ടും. അപ്പൊ എന്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിക്കുമോ എന്ന് എനിക്ക് പേടിയാണ്. അതുകൊണ്ടാണ് ത്വായിഫിലേക്ക് താമസം മാറിയത്. അങ്ങനെ ത്വായിഫിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഹിജ്റ 68, 71-ാമത്തെ വയസ്സ്. അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും നല്ല ആള്, അലിയനുക്കും മനാകിബ ഫിസ്സലാത്തി, നിസ്കാരത്തിൽ സഫ് കെട്ടി നിൽക്കുമ്പോൾ നേരെ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇവിടെ ഇമാം ഖത്താബി റഹിമഹുല്ലാഹ് അലിയനുക്കും മനാകിബ എന്നതിന് അർത്ഥം കൊടുത്തത്, നമ്മൾ സഫ് കെട്ടി നിൽക്കുമ്പോൾ ഇമാമ് പറയൂലേ സഫ് നേരെയാക്കാൻ, ആ ഇമാം സഫ് നേരെയാക്കാൻ പറയുമ്പോൾ മടി കൂടാതെ സഫ് നേരെയാക്കി നിൽക്കുന്നവൻ, വിടവില്ലാതെ, സഫിൽ വിടവുണ്ടാകാൻ പാടില്ല, വിടവില്ലാതെ ചുമലോട് ചുമല് ചേർന്ന് നിങ്ങൾ സഫ് ശരിയാക്കി നിൽക്കുന്നവർ, അവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ. അങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ? ഈ സഫ് ശരിയാക്കി നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മളടുത്ത് ചിലപ്പോൾ നിൽക്കുന്നത് നമ്മളെ പണിക്കാരനായിരിക്കും, അല്ലെങ്കിൽ നമ്മളെക്കാൾ താഴ്ന്ന തട്ടിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അവരായിരിക്കും നമ്മുടെ കൂടെ സ്റ്റെപ്പ് ചേർന്ന് നിൽക്കുക. അപ്പൊ മനസ്സിൽ കിബറുള്ള ആൾക്കാർക്ക് അങ്ങനെ സ്റ്റെപ്പ് വിട്ട് നിൽക്കാൻ പറ്റില്ല, പ്രയാസമായിരിക്കും മനസ്സിന്റെ ഉള്ളിൽ. കാരണം നമ്മളെക്കാൾ ഒരുപാട് താഴ്ന്ന ആൾക്കാർ നമ്മുടെ കൂടെ ചേർന്ന് നമ്മുടെ കൂടെ ഇസ്സത്തോടെ നിൽക്കുക എന്ന് പറയുമ്പോൾ മനസ്സിൽ കിബറുള്ള ആൾക്കാർ താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അങ്ങനെ പരസ്പരം ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ, ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് ഇമാം ഖത്താബി റഹിമഹുല്ലാഹ് ഇതിന് തഫ്സീർ കൊടുക്കുക. വേറെ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, നിങ്ങൾ സഫ് കെട്ടി നിൽക്കുമ്പോൾ ചേർന്ന് നിൽക്കണം. വലാ തദഅഫു ജതൽ ലിശ്ശയാത്തീൻ, പിശാച് നിങ്ങൾ വിടവ് ഉണ്ടാക്കാൻ പാടില്ല. കാരണം മൻ വസലഹു വസലഹുല്ലാഹ് വമൻ ഖതഅഹു ഖതഅഹുല്ലാഹ്, സഫ് ശരിയാക്കിയവൻ, സഫ് ചേർത്തവനെ അള്ളാഹു ചേർക്കും, സഫ് മുറിച്ചവനെ അള്ളാഹു മുറിക്കും. അതേപോലെ നിങ്ങൾ സഫ് വിടവിട്ട് ഒരു തർത്തീബില്ലാത്ത രൂപത്തിൽ സഫ് ശരിയാക്കാതാണ് നിൽക്കുന്നതെങ്കിൽ അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കും എന്നും ചില ഹദീസുകളിൽ കാണാം. അപ്പൊ ഈ സഫ് കെട്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗൗരവമുള്ള വിഷയമാണ്, തമാശകളെയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീതോടുകൂടി ഗൗരവത്തോടുകൂടി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സഹാബകൾ കൽപ്പിച്ചിരുന്നു, നിങ്ങൾ ഒരു മതിലിന്റെ ഇഷ്ടികകൾ പോലെ സഫ് കെട്ടി നിൽക്കുക, മലക്കുകൾ റബ്ബിന്റെ മുന്നിൽ സഫ് കെട്ടി നിൽക്കുന്നത് പോലെ. വലാ തദഅഫു ജതൽ ലിശ്ശയാത്തീൻ, പിശാച് നിങ്ങൾ സഫിനിടയിൽ വിടവുണ്ടാക്കാതെ, അതായത് നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ അല്ലാഹു പരസ്പരം ഭിന്നിപ്പിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. അപ്പൊ ഈ ഹദീസ് നമുക്ക് പഠിക്കാനുള്ള പാഠം, സഫുകൾ ശരിയാക്കുക അത് മനുഷ്യന്റെ നല്ല സ്വഭാവത്തിന്റെ അടയാളമാണ്. മനസ്സിൽ കിബറുള്ളവർ, അഹങ്കാരമുള്ളവർ, അവർക്ക് ഈ സഫ് കെട്ടി നിൽക്കൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇമാം അബൂ ദാവൂദ് റഹിമഹുള്ളാഹയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് ഈ ഹദീസ് സഹീഹാണെന്ന് ഹുക്മ പറഞ്ഞിട്ടുണ്ട്. ഖാല വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.